ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വളരെ ഈസി ആയിട്ടുള്ളൊരു എയർ ഫ്രൈഡ് ഫിഷ് ഫ്രൈ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ആദ്യം ഫിഷ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അതിനുവേണ്ടി നമുക്കൊരു ബൗൾ എടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 തൊട്ട് 1.5 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അല്പം ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്താൽ മസാല ലൂസായിട്ട് മീനിൽ നമുക്ക് ഇത് തേച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആവശ്യത്തിന് അല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മീനിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഞാനിവിടെ റോഹു ഫിഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റോഹു ഒരു ഫ്രഷ് വാട്ടർ ഫിഷാണ്. നിങ്ങൾക്ക് ഈ മസാല ഏത് മീനിന് വേണമെങ്കിലും ഉപയോഗിക്കാം. കരിമീനോ നെയ്മീനോ ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ 1/2 കിലോ മീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1/2 കിലോ മീൻ ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഏകദേശം 350 തൊട്ട് 400 വരെ വെയിറ്റ് വരും. അപ്പം 400 ഗ്രാം മീനിന് ഇത്രയും മസാല മതിയാകും. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. ഇനി ഇത് നമുക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 4 പീസാണ് എയർ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അല്പം ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് ഓയിൽ മാത്രം മതി. ഒരു സൈഡ് ബ്രഷ് ചെയ്തിട്ട് നമുക്കിത് എയർ ഫ്രയറിൽ വെക്കാം. എയർ ഫ്രയറിലെ സെറ്റിങ്ങിൽ എനിക്ക് 180 ഡിഗ്രി 20 മിനിറ്റ്സിലാണ് ഇത് കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത്. ഞാൻ മുൻപ് ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നു. അപ്പോൾ 180 ഡിഗ്രി 20 മിനിറ്റ്സിൽ നമുക്ക് ഓൺ ചെയ്യാം. ഏകദേശം 10 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് പുറത്തെടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ടിട്ട് ഒന്ന് ആ സൈഡിലും നന്നായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് എടുക്കണം. ഇവിടെ ഞാൻ എല്ലാ പീസും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും എയർ ഫ്രയറിൽ വെച്ച് ബാക്കിയുള്ള 10 മിനിറ്റും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ബ്രഷ് ചെയ്യുമ്പോൾ ഒരുപാട് ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം മതി. ഇപ്പോൾ എൻ്റെ 20 മിനിറ്റ്സ് ആയി ഞാനിത് പുറത്തെടുത്തതാണ്. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.